നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ടെലഗ്രാം എന്ന ആപ്പ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. അതായത് നീറ്റ് UG പരീക്ഷ, ആ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു. ആ ചോദ്യപേപ്പർ ചോർന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയാണ് അത് ബാധിച്ചത്. ഇങ്ങനെ രാജ്യം മുഴുവൻ നടക്കുന്ന ഒരു ടെസ്റ്റ്, ആ ടെസ്റ്റിൻ്റെ ചോദ്യം പേപ്പറുകൾ ചോരുന്നു. ആ ചോദ്യപേപ്പറുകൾ ചോരുന്നതിന് സാങ്കേതിക വിദ്യ ഒരു കാരണമായി മാറുക, ഒരു സമൂഹ മാധ്യമ ആപ്പ് അതിനൊരു കാര്യമായി, മെസ്സേജിങ് ആപ്പ് അതിനൊരു കാരണമായി മാറുക എന്ന ഒരു അസാധാരണമായ സാഹചര്യമാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തു ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ഇന്ത്യയിൽ നിയമം വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പാണ് ഇത് സംബന്ധിക്കുന്ന നടപടി സ്വീകരിക്കുന്നത്. അത് IT ആക്ട് 69A പ്രകാരമാണ് ഇതിനുള്ള നടപടി സ്വീകരിക്കുന്നത്. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഏതെങ്കിലും ഒരു മെസ്സേജിങ് ആപ്പോ ഏതെങ്കിലും ഒരു സമൂഹ മാധ്യമ കമ്പനിയോ ഉണ്ടാക്കിയാൽ ആ കമ്പനിയെ നിരോധിക്കാനും ആ മെസ്സേജിങ് ആപ്പിനെ താൽക്കാലികമായിട്ടോ സ്ഥിരമായിട്ടോ ഒക്കെ മാറ്റി നിർത്താനും നിരോധിക്കാനും ഒക്കെയുള്ള നിയമം ഭാരതത്തിലുണ്ട്. അതിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. ആ അധികാരം കേന്ദ്ര സർക്കാർ വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഏതാനും ദിവസത്തേക്കാണ്, അതായത് ഈ നീറ്റ് പരീക്ഷ കഴിയുന്നത് വരെയാണ് ഉപരോധം അല്ലെങ്കിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ നീറ്റ് പരീക്ഷ ഇന്നലെ വളരെ ഭംഗിയായി കഴിഞ്ഞു. ഇന്നിപ്പോൾ ഇത്രയും സമയമായിട്ടും ടെലഗ്രാം ആപ്പ് തിരികെ വന്നിട്ടില്ല. ടെലഗ്രാം ആപ്പ് തിരികെ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ടെലഗ്രാം ആപ്പിൻ്റെ ഉപയോക്താക്കൾ എപ്പോഴും അത് പരിശോധിക്കുന്നുണ്ട്. അപ്പോഴാണ് അതില്ല എന്ന് കാണിക്കുന്നത്. ഇതിനി എപ്പോൾ വരുമെന്ന ആശങ്ക സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. അതായത് ടെലഗ്രാം ആപ്പ് നിരോധിച്ചത് നീറ്റ് UG പരീക്ഷ പുനഃപരീക്ഷ കഴിയുന്നത് വരെയാണ്. ആ പരീക്ഷ കഴിഞ്ഞ് 24 മണിക്കൂറുകൾ പിന്നിടുന്നു. ഇനിയും ടെലഗ്രാം ആപ്പ് വരാത്തത് എന്ത് എന്ന ചോദ്യം അതിപ്രസക്തമാവുകയാണ്. സ്ഥിരമായി ടെലഗ്രാമിനെ നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുകയാണോ, അതോ നിരോധനം അടുത്ത കുറച്ചു കാലത്തേക്കെങ്കിലും നീട്ടാൻ പോവുകയാണോ? ടെലഗ്രാം ആപ്പിനോട് ഇത്രയധികം വിരോധം കേന്ദ്ര സർക്കാരിന് തോന്നാനുള്ള കാരണം എന്താണ്? ഇതൊക്കെയാണ് ചർച്ചയാവുന്നത്. ഒരു വിഭാഗം പറയുന്നത് ടെലഗ്രാം ആപ്പിനെ ഇന്ത്യയിൽ സ്ഥിരമായി നിരോധിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് കാരണം, അല്ലെങ്കിൽ അതിന് അങ്ങനെ ഒരു പ്രകോപനം സൃഷ്ടിച്ചത് ടെലഗ്രാം മേധാവി തന്നെയാണ് എന്നുള്ളതാണ്. അതായത് താൽക്കാലികമായി പരീക്ഷ കഴിയുന്നത് വരെ ഒന്ന് മാറ്റി നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് നിയമപ്രകാരം ചെയ്ത കാര്യമാണ്. ഇത് ടെലഗ്രാം കോടതിയിൽ പോയി ചോദ്യം ചെയ്തു. മാത്രമല്ല, തങ്ങൾക്കെതിരെ നിയമവിരുദ്ധമായ നടപടിയാണ് എടുത്തത് എന്ന് കോടതിക്ക് മുമ്പാകെ പോയി പറയുകയും ചെയ്തു. അങ്ങനെ പറയുന്നത് സ്വാഭാവികമാണ്, കോടതിയിൽ ചോദ്യം ചെയ്യാം. കോടതി ഈ കാര്യങ്ങൾ, സർക്കാരിൻ്റെ വാദമുഖങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഈ പറയുന്ന ടെലഗ്രാമിൻ്റെ ഹർജി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പക്ഷേ കോടതിയിൽ പോകുന്നതിന് മുമ്പ് ടെലഗ്രാമിൻ്റെ മേധാവി ഇന്ത്യൻ സർക്കാരിനെതിരെ കനത്ത വിമർശനമാണ് ഉന്നയിച്ചത്. അദ്ദേഹം കാര്യം അറിയാതെ ഇങ്ങനെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയമായി വിമർശിക്കാനുള്ള ശ്രമം നടത്തി. അതായത് പരീക്ഷാ പേപ്പർ സൂക്ഷിക്കാൻ അറിയാത്ത നിങ്ങൾ എന്തിനാണ് ആ അരിശം ഞങ്ങളോട് കാണിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ വിമർശനം എന്ന രൂപേണ ടെലഗ്രാമിൻ്റെ മേധാവി കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. വാവിട്ട വാക്ക് തിരികെ എടുക്കാൻ കഴിയില്ലല്ലോ, അതൊരു വലിയ അബദ്ധമായി മാറുകയായിരുന്നു. കേന്ദ്ര സർക്കാർ ഇത് തീർച്ചയായും മനസ്സിൽ വെച്ചു. കോടതിയിൽ ഹർജി വന്നപ്പോൾ അതിരൂക്ഷമായ പ്രതികരണമാണ് കേന്ദ്ര സർക്കാർ ടെലഗ്രാം ആപ്പിലൂടെ അതിൻ്റെ തെളിവുകളടക്കം നിരത്തിയത്. അതായത് ഈ ടെലഗ്രാം ആപ്പ് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്കും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഒക്കെ കൂട്ടുനിൽക്കുകയാണ്. ഇവർക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന്. അതായത് ഈ ഏറ്റവും പുതിയ ചലച്ചിത്രങ്ങൾ വരെ അതിനെ ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പ് ലോകമെമ്പാടും വ്യാപിപ്പിച്ച് ആ വ്യവസായത്തെ തകർക്കുന്ന പണി വരെ ഈ ടെലഗ്രാം ആപ്പ് ചെയ്യുന്നുണ്ട്. ഒട്ടനവധി സാമൂഹ്യ വിരുദ്ധമായ കാര്യങ്ങൾ ടെലഗ്രാം ആപ്പിലൂടെ നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അതിന് നേരെ കണ്ണടയ്ക്കുകയാണ് കമ്പനി എന്ന വ്യക്തമായ തെളിവുകളടക്കം കേന്ദ്ര സർക്കാർ നിരത്തി. അങ്ങനെയാണ് ഹർജി തള്ളിപ്പോയത്. ഹർജി തള്ളിപ്പോയ സ്ഥിതിക്ക് ഇനിയൊന്നും ചെയ്യാൻ കഴിയില്ല. സുപ്രീം കോടതിയാണ് ഹർജി തള്ളിയിരിക്കുന്നത്. ഇനി കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ ഈ ആപ്പ് പുനഃസ്ഥാപിച്ചു കൊടുത്താൽ മതി. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അത് വരുത്തി വെച്ചത് ടെലഗ്രാമിൻ്റെ മേധാവി തന്നെയാണ്. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കടക്കം ടെലഗ്രാം ആപ്പ് ഉപയോഗിക്കുന്നു എന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ കേന്ദ്രത്തിന് വെറുതെ അങ്ങനെ എന്തെങ്കിലും പറയാൻ കഴിയില്ല. തീർച്ചയായും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ഏജൻസികൾ അങ്ങനെയുള്ള ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് അതിനി റീഇൻസ്റ്റേറ്റ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനി ഒരിക്കൽ കൂടി പുനഃസ്ഥാപിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് ബാധ്യതയില്ല. തീർച്ചയായും രാജ്യസുരക്ഷാപരമായ കാരണങ്ങളാൽ
ഒരുപക്ഷേ ഈ ടെലഗ്രാം ആപ്പ് സ്ഥിരമായി തന്നെ നിരോധിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വിഭാഗം പറയുന്നത് ഇത് 22 വരെയാണ് ഈ നിരോധനം. 22 എന്ന് പറഞ്ഞാൽ അതിന് ഇനിയും സമയമുണ്ട്. 22 അർദ്ധരാത്രിയോടുകൂടി ഒരു പക്ഷേ നിരോധനം നീക്കിയേക്കാം. അല്ല എങ്കിൽ ജൂൺ 30 വരെ അതിൻ്റെ ചില ഓപ്ഷൻസ് നിരോധിച്ചിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നിരോധനം മാറ്റി ടെലഗ്രാം ആപ്പ് പുനഃസ്ഥാപിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് നോക്കിയാൽ ടെലഗ്രാം ആപ്പിന് കുറേ നാളത്തേക്ക് ഇന്ത്യയിൽ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും ടെലഗ്രാമിൻ്റെ ഭാവി ഇനി വരും മണിക്കൂറുകളിൽ മാത്രമേ കാത്തിരുന്ന് കാണാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.